വാണിജ്യത്തിൽ അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിന്റെ കാര്യം പ്രധാനമായി ഇടതുപക്ഷവുമായി പിന്തുണ നൽകാനുള്ള തീരുമാനം അംഗീകരിച്ചു. ജമാഅത്തെ ഇസ്ലാമി അത്തരമൊരു തീരുമാനം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജമാഅത്തെ ഇസ്ലാമി ഇതുവരെയും ഒരു തീരുമാനവും എടുത്തിട്ടില്ല. അതിന്റെ വിവിധ തലങ്ങളിൽ കൂടിയാലോചനകൾ നടന്നുകൊണ്ടിരിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അന്തിമ തീരുമാനം ഏതാനും ദിവസങ്ങൾക്കകം ഉണ്ടാകുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അതിന്റെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് പിണറായി വിജയനുമായി രഹസ്യധാരണ ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ നടത്തിയെന്ന് പറഞ്ഞിരിക്കുന്നത്. രഹസ്യധാരണ എന്ന പ്രയോഗം തന്നെ തെറ്റാണ്. ജമാഅത്തെ ഇസ്ലാമി ഓരോ തെരഞ്ഞെടുപ്പിന്റെ സന്ദർഭത്തിലും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമായി ചർച്ചകൾ നടത്താറുണ്ട്. ആ ചർച്ചകൾക്ക് ശേഷമാണ് ജമാഅത്തെ ഇസ്ലാമി അതിന്റെ തെരഞ്ഞെടുപ്പ് തീരുമാനങ്ങൾ അന്തിമമായി എടുക്കാറുള്ളത്. പിണറായി വിജയനുമായും അത്തരത്തിലുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെ ചർച്ച നടത്തി എന്നതിന്റെ അർത്ഥം ആ ചർച്ചയുടെ മാത്രം അടിസ്ഥാനത്തിൽ ഇടതുപക്ഷത്തെ മാത്രം പിന്തുണക്കുന്നു എന്ന് ആയിരിക്കുകയില്ല. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇനി തീരുമാനം എടുക്കാനിരിക്കുന്നതേ ഉള്ളൂ. തീർച്ചയായും. പിന്നെ എന്തുകൊണ്ട് അദ്ദേഹം ഇത്തരമൊരു ആരോപണം പരിശീലനം? ഈ ആരോപണത്തിന്റെ ഉദ്ദേശം എന്ത് എന്ന് അദ്ദേഹം തന്നെയാണ് വ്യക്തമാക്കേണ്ടത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ തെരഞ്ഞെടുപ്പിൽ ഏത് മുന്നണിക്ക് മുൻതൂക്കം നൽകണമെന്ന കാര്യം ജമാഅത്തെ ഇസ്ലാമി കേരള കൂടിയാലോചന സമിതിയിൽ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രമേയവും ശൂറയിൽ വന്നു. അതെന്താണെന്ന് വെച്ചാൽ ഇടതുപക്ഷ മുന്നണിക്ക് മുൻതൂക്കമുള്ള ഒരു തീരുമാനമായിരിക്കണം നാം എടുക്കേണ്ടത് എന്നതാണ് ആ ചർച്ച. ആ ചർച്ചയെ സംബന്ധിച്ച് അഭിപ്രായം പറയുവാനുള്ള അവകാശം പ്രവർത്തകർക്കുള്ളതാണ്. പ്രവർത്തകരിൽ അവരുടെ കൺവെൻഷനുകൾ വിളിച്ച് ഈ ഒരു പ്രമേയം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ റിപ്പോർട്ട് ചെയ്തതിന് അവരുടെ കൂടി പ്രതിഫലനം അറിഞ്ഞതിന് ശേഷമാണ്, പ്രതികരണം അറിഞ്ഞതിന് ശേഷമാണ് ജമാഅത്തെ ഇസ്ലാമി തീരുമാനമെടുക്കുന്നത്. ഇപ്പം ഷൂര ആണ് ഈ പരസ്യമായിട്ട് ഇത്തരമൊരു ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പ്രമേയത്തെ അദ്ദേഹം അനുകൂലിക്കുന്നില്ല എന്നത് പരസ്യമായി വ്യക്തമാക്കപ്പെട്ടിരിക്കുകയാണ്. ഈ പ്രമേയം ഒരുപക്ഷെ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയിൽ വരികയും അത് അംഗീകരിക്കുന്ന ഒരു ഘട്ടത്തിലെത്തുകയും ചെയ്യുമ്പോൾ അതിനെതിരെ ശക്തമായ ഒരു മെസ്സേജ് കൂടി, ഒരു സന്ദേശം കൂടിയല്ലേ അദ്ദേഹത്തിന്റെ ഒരു പരസ്യ പ്രഖ്യാപനം? ഏത് കൂടിയാലോചന സമിതിയിലും ഒരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ഉണ്ടാകാറുണ്ട്. ആ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട്. ആ സ്വാതന്ത്ര്യം അതിന്റെ ഏറ്റവും ജനാധിപത്യപരമായ രീതിയിൽ നൽകുന്ന ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. അത്തരം സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ടെന്നും മറ്റുള്ളവർക്ക് എല്ലാവർക്കും ലഭിക്കുന്ന സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടെന്നും ആ സ്വാതന്ത്ര്യം പരമാവധി ഉപയോഗപ്പെടുത്തിയതിനു ശേഷമാണ് തന്റെ തീരുമാനം എടുക്കുന്നത് എന്നും അദ്ദേഹം പത്രക്കാരോട് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ ഒരു കൺഫ്യൂഷന്റെ യാതൊരു ആവശ്യവും ഇല്ല. ഇപ്പം CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനും എളമരം കഴിയും കിനാലൂർ സമരവുമായി ബന്ധപ്പെട്ട് വളരെ നിശ്ചിതമായി വിമർശിച്ചിട്ടുണ്ട്. ആ വിമർശനങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്ന് അദ്ദേഹം ഇന്ന് പത്രസമ്മേളനത്തിൽ ആവർത്തിച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് അന്ന് പറഞ്ഞതാണ്. എന്നിട്ടും അത്തരത്തിൽ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ എന്തുകൊണ്ട് പിന്തുണ നൽകുന്നുവെന്നാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. പ്രധാനമായും ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിച്ചവർക്ക് പിന്തുണ നൽകേണ്ട എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ കേരളത്തിൽ നിലവിലുള്ള ഒരു മുന്നണിക്കും പിന്തുണ നൽകുവാനുള്ള യാതൊരു സാധ്യതയും യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് ഉണ്ടാവുകയില്ല. ഉദാഹരണമായി കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഗവൺമെന്റാണ് അന്യായമായ സ്വഭാവത്തിൽ 2 പ്രാവശ്യം ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചിട്ടുള്ളത്. മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ജമാഅത്തെ വിമർശനങ്ങളെ സംബന്ധിച്ച് ആരെയും ജമാഅത്ത് പ്രത്യേകമായി അറിയിക്കേണ്ടതില്ല. എല്ലാ വിഭാഗവും ജമാഅത്തെ ഇസ്ലാമി വിമർശിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയെ ഇങ്ങനെ വിമർശിക്കുവാനുള്ള കാരണം എന്ത് എന്നും ജമാഅത്തെ ഇസ്ലാമിക്ക് അറിയാം. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിച്ചു എന്നതുകൊണ്ട് മാത്രം കോൺഗ്രസിനെയോ CPMനെയോ മുസ്ലിം ലീഗിനെയോ പിന്തുണക്കേണ്ടത് വെക്കാനുള്ള ഒരു സാഹചര്യവും ഇപ്പോൾ കേരളത്തിൽ നിലവിലില്ല. അപ്പോൾ എന്നായിരിക്കും അന്തിമമായ ഒരു പ്രഖ്യാപനം ഉണ്ടാകുക? ഏത് മുന്നണിക്കൊപ്പം അല്ലെങ്കിൽ ആർക്ക് വോട്ട് ചെയ്യുന്ന? ജമാഅത്ത് പ്രവർത്തകരുടെയും അനുഭാവികളുടെയും അഭിപ്രായങ്ങൾ വിലയിരുത്തിയതിനു ശേഷം വളരെ പെട്ടെന്ന് തന്നെ തീരുമാനം എടുക്കണമെന്നാണ് ജമാഅത്തെ ഇസ്ലാമി ഉദ്ദേശിക്കുന്നത്. പിന്നെ ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം വോട്ട് ചെയ്യുക എന്ന ചുമതല മാത്രമേ ഉള്ളൂ. വേറെ ഒരു ചുമതലയും ജമാഅത്തെ ഇസ്ലാമിക്കില്ല. ഇവിടെ വോട്ട് പിടിക്കുകയും സ്ഥാനാർത്ഥികളെ നിർത്തുകയും ചെയ്യേണ്ടുന്ന കക്ഷികൾ തന്നെ എത്ര കാലമെടുത്തു തീരുമാനമെടുക്കാമെന്ന് നിങ്ങൾക്ക് ആലോചിക്കാവുന്നതാണ്. പ്രമേയം അങ്ങനെ തന്നെയാണല്ലോ. അത് പ്രമേയം അങ്ങനെ തന്നെയാണ്.
പാർട്ടിക്ക് അനുകൂലമായൊരു നിലപാടിലേക്കാണ് എന്നുള്ളത് പ്രമേയം. പക്ഷെ അത് അന്തിമ തീരുമാനമാകുന്നത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത് ബുദ്ധിമുട്ടുന്നത് അന്തിമ തീരുമാനമാകുന്നത് പ്രവർത്തകരുടെ കൂടി അഭിപ്രായം വന്നതിന് ശേഷമാണ്. അത് നിങ്ങൾക്ക് പ്രവചിക്കുക എന്നത് നിങ്ങൾ മോശമാകാനുള്ള കാരണമായി പോകുന്നത്. അല്ല, അതൊരു രഹസ്യ ചർച്ചയായിരുന്നു പിണറായി വിജയൻ എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്ത വന്നതോടുകൂടി രഹസ്യ ചർച്ചയുടെ പ്രശ്നമില്ല. ചർച്ചകൾ നടക്കാറുണ്ട്. പല സന്ദർഭങ്ങളിലും UDF നേതാക്കളുമായിട്ടും ഈ പ്രാവശ്യം നമ്മൾ ചർച്ച നടത്തും. അവർ ചില നേതാക്കൾ ജമാഅത്തെ ഇസ്ലാമി ഓഫീസിൽ തന്നെ വന്നിട്ടുണ്ട് ചർച്ചയ്ക്ക് വേണ്ടി. അത് അതിന്റെ ഒരു പ്രകൃതമാണ്. കാരണം തീരെ ചർച്ച നടത്താൻ പറ്റാത്തൊരു പ്രസ്ഥാനമൊന്നുമല്ലോ ജമാഅത്തെ ഇസ്ലാമി. അത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അങ്ങനെ രഹസ്യമാക്കി വെക്കേണ്ട ഒരു പ്രസ്ഥാനമല്ല ജമാഅത്തെ ഇസ്ലാമി എന്ന് ഹമീദ് വാണിമലയാണ് പറഞ്ഞത്. അദ്ദേഹത്തിനെതിരെ ഇനി നടപടിയോ അങ്ങനെ ഒന്നുമില്ലല്ലോ ഈ ഒരു സംഘടനാ ചട്ടം കൂടെ ആവുമ്പോഴേ. അല്ല, അദ്ദേഹം രാജിവെച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ രാജി നമ്മുടെ കയ്യിൽ കിട്ടിയാൽ അതിന് ഒരു പ്രൊസീജിയർ ഉണ്ട് പ്രസ്ഥാനത്തിൽ. അതനുസരിച്ച് രാജി സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കും. അതെ, ശരി, ഓക്കെ.